വടക്കേ ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കേട്ട സംഭവം കേരളത്തിലും ആവർത്തിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ 2 സ്കൂൾ വിദ്യാർത്ഥിനികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പ്രതികൾ പിടിയിലായതായാണ് സൂചനാ. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നുണ്ട്. ലെസ്ലി, എവിടെയാണ് സംഭവം? പ്രതികൾ ആരെല്ലാമാണ്? സൗമ്യ, ഈ മാസം 4, 5 തീയതികളിലാണ് പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിന് വിധേയമാക്കിയത്. അടൂർ കടമ്പനാട് സ്കൂളിൽ 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കെട്ടിയിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വള്ളിക്കാവ് സ്വദേശികളായ 11 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കേസെടുത്തിരിക്കുന്നത്. കരുനാഗപ്പള്ളി വള്ളിക്കാവ് സ്വദേശികളാണ് പ്രതികൾ എല്ലാവരും എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ 11 പേരുണ്ടായിരുന്നു എന്നുള്ള മൊഴിയും പെൺകുട്ടികൾ നൽകിയിട്ടുണ്ട്. ഇരകളിൽ ഒരാളായ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ പരിചയമുള്ള ഒരു പ്രതിയാണ് പെൺകുട്ടികളെ കടൽ കാണിക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് കാറിൽ കയറ്റി കരുനാഗപ്പള്ളി വള്ളിക്കാവ് കടപ്പുറത്തെത്തുകയും തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പെൺകുട്ടികളെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോയാണ് ഇതിൽ ഒരു പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത്. എതിർത്ത പെൺകുട്ടിയുടെ ചുരിദാറിന്റെ ഷാളുകൾ വലിച്ചെടുത്ത് കൈകാലുകൾ കൂട്ടിക്കെട്ടിയായിരുന്നു 4 പേരടങ്ങുന്ന സംഘം ക്രൂരമായ ബലാത്സംഗത്തിന് പെൺകുട്ടിയെ വിധേയമാക്കിയത്. ഇത് സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ ഇവർ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഈ പെൺകുട്ടി ഇതിന് വഴങ്ങിയില്ല. തുടർന്ന് 2 പേരെയും ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാറിൽ കടമ്പനാട് കൊണ്ടുവിടുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കഴിഞ്ഞ ദിവസം വന്ന അതേ പ്രതി വീണ്ടും ഈ പെൺകുട്ടിയെ സമീപിക്കുകയും ആ പെൺകുട്ടിയെ വീണ്ടും വള്ളിക്കാവ് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്നാണ് 5 പേരടങ്ങുന്ന പുതിയ അതായത് ഈ പ്രതിയുടെ 5 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ആയിരുന്നു വീട്ടിൽ വെച്ച് രണ്ടാമതുള്ള പെൺകുട്ടിയെ വീണ്ടും ബലാത്സംഗത്തിന് വിധേയമാക്കിയത്. ഇത് സ്കൂളിൽ അറിയുന്നത് പെൺകുട്ടികൾ അവരുടെ സുഹൃത്തുക്കൾ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടുത്തിരുന്ന് കേട്ട സുഹൃത്തുക്കളാണ് ഇക്കാര്യം അധ്യാപകരെ അറിയിച്ചത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ അധ്യാപകരെ അറിയിച്ചു. ഇതിനെ തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഇക്കാര്യം അറിയിക്കുകയും ഇവർ നടത്തിയ കൗൺസിലിംഗിനാണ് വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നത്. ഇതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ശൂരനാട് പോലീസ് സ്റ്റേഷനിലും ഏനാത്ത് പോലീസ് സ്റ്റേഷനിലുമായി 2 കേസുകൾ നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് അടൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളിൽ 9 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 2 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്. പെൺകുട്ടികളെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ക്രൂരമായ രീതിയിൽ പ്രാകൃതമായ രീതിയിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന രീതിയിലേക്ക് പീഡനങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളത് വലിയ ഗൗരവത്തോടെയാണ് പോലീസ് കാണുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളെ മലയോര ജില്ല ആയതുകൊണ്ട് തന്നെ കടൽ കാണിക്കാമെന്ന വ്യാജേന ആണ് ഇത്തരത്തിൽ ഒരു പീഡനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സൗമ്യ, ലെസ്ലി, ഇവർ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഈ പ്രതികൾ? പോലീസ് പറയുന്നത് അനുസരിച്ച് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള ചില സെക്സ് റാക്കറ്റുമായി പ്രതികളിൽ ചിലർക്ക് ബന്ധമുണ്ടെന്നുള്ള സൂചന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കേസിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ സംബന്ധിച്ച് പോലീസിന്റെ നിഗമനങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ പോലീസ് അവതരിപ്പിക്കും. ഈ ഘട്ടത്തിലായിരിക്കും ആരൊക്കെയാണ് പ്രതികളായി വന്നിരിക്കുന്നത്, ഇവരുടെ മുൻ കുറ്റകൃത്യ വാസന എന്തായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ ക്രിമിനൽ കേസുകളിലോ സമാനമായ ബലാത്സംഗ കേസുകളിലോ പ്രതികളിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ പോലീസ് വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭവം പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയും പെൺകുട്ടികൾക്ക് നേരെ നടത്തുകയും ചെയ്തിരുന്നു. പെൺകുട്ടികൾ പ്രതികളെ എല്ലാവരെയും തന്നെ ഈ 9 പേരെയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെ കൂട്ടി കഴിഞ്ഞ ദിവസം പോലീസ് വള്ളിക്കാട്ടുള്ള ഈ വീട് ബലാത്സംഗത്തിന് അരങ്ങേറിയ സ്ഥലം എല്ലാം തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടികൾ പറയുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം ശരിയായ ദിശയിലേക്ക്
പോലീസ് കൊണ്ടുപോകുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രണ്ടുപേരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും നിലനിൽക്കുന്നു. എല്ലാവരും ഏകദേശം സമീപവാസികളായിട്ടുള്ള പ്രതികളാണ് എന്നാണ് പെൺകുട്ടികളുടെയും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. സൗമ്യ. യെസ്, ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നമ്മളോട് ഈ വാർത്തയോട് പ്രതികരിക്കാനായി ശ്രീമതി ബിന്ദു കൃഷ്ണ ചേരുന്നുണ്ട്. ഏതായാലും കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ്, അത്തരമൊരു വാർത്തയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഞെട്ടലോടുകൂടി മാത്രമേ ഇത്തരമൊരു വാർത്ത കേൾക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കെതിരായ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നമ്മളെല്ലാവരും വലിയ ശക്തമായ പ്രതിഷേധത്തോടുകൂടി കടന്നു വരുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകവും അപമാനകരവുമാണ്. ഈ സംഭവത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും പെൺകുട്ടികളെ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നവർ, ആ ഇരയാക്കുന്നവർക്ക് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ വീണ്ടും നിലനിൽക്കുന്നു എന്ന സാഹചര്യം. സൗമ്യ വധക്കേസിലെ ഗോവിന്ദചാമി ഇന്നും ജയിലിൽ സസുഖം വാഴുന്നു എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ കുറവായി തന്നെ കാണേണ്ടി വരും. പെൺകുട്ടികൾക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് അതിവേഗം ശിക്ഷ നടപ്പിലാക്കിയാൽ കുറച്ചുകൂടി മാറ്റം, ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കുറ്റവാളികൾക്കുണ്ടാകും എന്ന ധാരണ നമുക്കൊക്കെ ഉണ്ടാകുകയും അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും കുറ്റവാളികൾ വളരെ കാര്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ, ജയിലിലാണെങ്കിൽ പോലും ജീവിക്കാൻ ഇടവരുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ, അവരെ പക്ഷെ ഈ കാര്യത്തിൽ മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കെതിരായ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വലിയ സാമൂഹിക പ്രതിഷേധവും അതുപോലെ തന്നെ അതിനുള്ള നിലപാടുകളും ശക്തമാകുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും ഇത്തരം പ്രലോഭനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുന്നു, അതിലേക്ക് പോകുന്നു എന്നത് ആശ്ചര്യജനകവുമാണ്. അതിനെതിരെ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് ആകമാനം ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം. ഒരുപക്ഷെ ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കൾ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് നിരീക്ഷിച്ചാൽ ഈ പ്രതികളിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയ വ്യക്തി അടക്കം, ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്, ബന്ധുവല്ല സമീപവാസിയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നത്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാതിരിക്കണം എന്നറിയാതെ കുഴയുകയാണ് ഓരോ മലയാളിയും എന്ന് ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. മുൻപൊക്കെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു ഭൂരിപക്ഷവും. പക്ഷെ ഇന്ന് അതല്ല, ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഒരാളെയും വിശ്വസിക്കാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മുതിർന്നവരുടെ, കുടുംബത്തിലെ മുതിർന്നവരെയും നാട്ടിലെ മുതിർന്നവരുടെയും ശ്രദ്ധ ഈ കാര്യങ്ങൾ അനിവാര്യമെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. മിനിഞ്ഞാന്ന് നടന്ന സംഭവം എന്നാണ് ഈ കൈരളി പീപ്പിൾ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്നാണ് വാർത്ത പോലും പുറത്തു വരുന്നത്. വാർത്ത പോലും വരാത്ത രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുന്നു, ഒരു വാർത്ത അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം. അപ്പോഴാണ് ഡൽഹി പീഡന കേസിലെ പ്രതി, പ്രായം കുറഞ്ഞ പ്രതിയെ 3 വർഷത്തെ ഇതിനുശേഷം ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ഈ ബലാത്സംഗം ഒന്നും ഒരു കുറ്റമല്ലാതാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ, അതും അതിക്രൂരമായ ബലാത്സംഗം പോലും ഒരു അല്ല എന്ന് പ്രതീതി സമൂഹത്തിൽ ജനിപ്പിക്കുന്നു. തീർച്ചയായും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ നിയമസംഹിത ഉടച്ചു മാർക്കേണ്ട സമയം കൂടി അവിടെ ശ്രീമതി ബിന്ദുകൃഷ്ണ, നമ്മുടെ നിയമം കൂടുതൽ സുതാര്യമാണ്. കൂടുതൽ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെല്ലാനാലും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായാലും ഒക്കെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. പോലീസുകാരുടെ ഇടപെടലിൽ മാറ്റം വരുന്നു എന്ന് പറയുന്നു. കൂടുതൽ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു എന്ന രീതിയിലൊക്കെ വലിയ വാഗ്വാദങ്ങൾ കേൾക്കുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരക്കാർക്ക് ഒരു ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെ അവരെ ഒന്ന് വീണ്ടും ചിന്തിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മളുടെ നിയമങ്ങൾ മാറുന്നില്ലേ? അത് നമ്മളുടെ തന്നെ ഒരു പരാജയമല്ലേ? തീർച്ചയായും അതൊരു പരാജയം തന്നെയാണ്. കുറ്റവാളികൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നതിനെ കുറിച്ച് വാദിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യാവകാശത്തിന്റേതായ വലിയ വാദഗതികൾ ഉയർന്നു വരുന്നു. കഴിഞ്ഞ ദിവസം 10-ാം തീയതി ലോക മനുഷ്യാവകാശ ദിനം കൂടിയായിരുന്നു. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലുകളിലും അല്ലെങ്കിൽ വിചാരണ നടപടികളിലും ഒക്കെ വിധേയരായിരിക്കുന്ന ആളുകളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. പെൺകുട്ടികളെ ക്രൂരമായി ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നവർക്കെതിരെയുള്ള വികാരത്തെക്കാൾ കൂടുതൽ അത്തരം അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അവിടെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന പെൺകുട്ടികളുടെ മാനസികവും ശാരീരികവും
സാമൂഹികവുമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരുപക്ഷെ അവർ ഇരയായ ഈ അതിക്രമത്തെക്കാൾ വലുതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും അവരുടെ ജീവിതത്തിലും അവർ അനുഭവിക്കേണ്ടി വരുന്ന അപമാനം എന്ന് തന്നെ പറയാം. ഈ ഇരയാക്കുന്നവരെക്കാൾ ആകപ്പെടുന്നവരുടെയാണ് സമൂഹം പലപ്പോഴും അതിലുള്ള പ്രതിഷേധമല്ലെങ്കിൽ പോലും സഹതാപ രൂപേണയുള്ള പ്രവർത്തികൾ വരുന്നത്. അതും ഒരുപക്ഷെ സൂര്യനെല്ലി പോലെയുള്ള വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോഴും ഒരു പ്രതിയെ പോലെയാണ് ആ കുട്ടി ജീവിക്കുന്നത്. അത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഒരു ഇടപെടൽ കൂടിയുണ്ടോ? ഇവിടെ ദയ അർഹിക്കുന്നത് അല്ലെങ്കിൽ കാരുണ്യം അർഹിക്കുന്നത്, സഹതാപം അർഹിക്കുന്നത് ആ കുട്ടികളാണ്. സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ അതിലെ ഇത് പുറത്തു പറയാം. അവർ പറഞ്ഞതുപോലുമല്ല, അവർ പരസ്പരം പറഞ്ഞത് മറ്റു കുട്ടികൾ കേട്ടത് അത് അധ്യാപകരെ അറിയിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ പോലും നമ്മുടെ സമൂഹം തറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചീത്തയാണ്, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് എന്ന രീതിയിൽ കുട്ടികൾക്ക് ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു പൊതുവായ ഒരു പ്രതീതി നമ്മുടെ സമൂഹം ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് സ്വാമി സൂചിപ്പിച്ച പോലെയുള്ള സൂര്യനെല്ലി കേസ് അടക്കമുള്ള കേരളത്തിലെ പ്രമാദമായ എല്ലാ കേസുകളിലും, പ്രമാദമായതും അല്ലാത്തതുമായ എല്ലാ കേസുകളിലും ആദ്യഘട്ടത്തിൽ ഇരയാകുന്ന പെൺകുട്ടികളുടെ സഹതാപം എന്ന രൂപേണ ചർച്ചകൾ പുരോഗമിക്കുമെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും തുടർന്നുള്ള അവരുടെ ശിഷ്ടജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് അപമാനമാകുന്ന തരത്തിലേക്ക് പൊതുസമൂഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് നിർഭയമായി തങ്ങൾ ഇരയായ കുറ്റകൃത്യത്തെക്കുറിച്ച് ആളുകളോട് പറയുവാനോ അല്ലെങ്കിൽ നിയമ നടപടിക്ക് ശക്തമായി മുന്നോട്ട് വരുവാനോ കഴിയാതെയാകുന്നു. അക്കാര്യത്തിൽ ഒരുപാട് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് അമെന്റ്മെന്റ്സ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അടക്കം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഗുണം ഈ ഇരയാകുന്ന കുട്ടികൾക്ക് കിട്ടാത്ത സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ മനപരിവർത്തനം അനിവാര്യമാണ് ഇത്തരം സംഭവങ്ങൾ. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾ തിരിച്ച് പുറത്തു പറയാൻ കഴിയാതെ ആയി പോകുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ നമ്മൾ വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തുകയും ഇതിന് പരിഹാരം, ഇനി ഒരു പെൺകുട്ടി പോലും ഒരു സ്ത്രീ പോലും ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകാത്ത രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റത്തക്ക രീതിയിൽ കുറ്റവാളികളെ സമൂഹം ഒറ്റപ്പെടുത്തണം. മുൻകാലങ്ങളിൽ എന്തായിരുന്നു നമ്മുടെ സമൂഹത്തെ, വിശേഷിച്ച് കേരള സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ, ഒരു ചെറിയ കുറ്റകൃത്യം ആയിക്കൊള്ളട്ടെ, ആ കുറ്റകൃത്യത്തിൽ പ്രതിയാകുന്ന ആളിനെ സമൂഹം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റക്കാരെന്ന് വിലയിരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. കുറ്റകൃത്യങ്ങളുടെ പങ്കാളികളാകുന്നവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി കുറ്റമാണോ അല്ലയോ എന്ന് സ്ഥാപിക്കുവാൻ വിവിധ കോണുകളിൽ നിന്ന് വാദഗതികൾ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രാമാണിത്വത്തിന്റെയും ഒക്കെ പിൻബലത്തില് അവരുടെ കുറ്റകൃത്യം സാധൂകരിക്കപ്പെടുന്ന നിലയിലേക്ക് ഇരയാകുന്നവരുടെ മേൽ പഴി ചാരുവാൻ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ പെൺകുട്ടി രാത്രിയിൽ ഇറങ്ങി നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ ബലാത്സംഗം ഉണ്ടാകില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന സമൂഹമുണ്ട്. പെൺകുട്ടികൾ അത് വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കുറ്റകൃത്യം ലഘൂകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ കേരളത്തിന്റെ പോലീസ് സംവിധാനവും അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ സമൂഹവും ഇടപെട്ടില്ല എങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു സമയത്ത് എല്ലാ ദിവസവും കേരളത്തിൽ ഇതുപോലെ ചാനലുകൾ ഓൺ ചെയ്താലും പത്രങ്ങൾ രാവിലെ എടുത്തു വായിച്ചാലും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ അക്രമത്തിന് ഇരയാകുന്ന ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് മനസ്സ് നൊന്നുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കണമായിരുന്നു. കുറച്ചു ദിവസം കൊണ്ട് അതിനൊരു ശമനം ഉണ്ടായിരുന്നു എന്ന ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് കടമ്പനാട്ട് നിന്ന് ഈ വാർത്ത കേൾക്കുന്നത്. അങ്ങേയറ്റം വേദനാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നമുക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചത്. വളരെ നാണക്കേട് കേരളീയ സമൂഹത്തിന് ഒന്നാകെ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. 2 കുഞ്ഞുങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ് അടൂരിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്, കൂട്ട ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്.